നമുക്ക് വളരെ വേണ്ടപ്പെട്ടൊരു കൊച്ചാണ് ഈ റാണി, അറിയാലോ. ആ പിന്നെ ഈ ബാംഗ്ലൂർ പഠിച്ചു വളർന്നൊരു കൊച്ചായതുകൊണ്ട് അതിൻ്റെ ഇച്ചിരി ഫോർവേഡാണ് ആള്. ആ ഇച്ചിരി ചട്ടപ്പിത്തരമൊക്കെ കയ്യിലുണ്ട്. നമുക്ക് പറ്റുന്ന രീതിയിൽ അവളെ ഒന്ന് പരുവപ്പെടുത്തി എടുക്കണം. ഉചിതം വേണമെങ്കിൽ 1-2 ദിവസമൊക്കെ കൂടുതൽ താമസിച്ചു, അതിനൊന്നും നമുക്ക് കുഴപ്പമില്ല. ഈ പെണ്ണുങ്ങളാവുമ്പം അറിയാലോ, അത് നിങ്ങൾക്ക് അതിൻ്റെ നാക്കിനങ്ങ് സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ എന്നെപ്പറ്റി ഒരിച്ചിരി ഇമ്പ്രഷൻ ഉണ്ടാകുന്ന രീതിയിലൊക്കെ ഉചിത ഒന്ന് സംസാരിക്കണം. ആ അതിന് ഉചിതയെ കാണുന്ന രീതി ഞാൻ കണ്ടോളാം കേട്ടോ. ഓക്കെ ഓക്കെ. എന്തിനാണവോ റാണിമോക്ക് ഈശ്വരൻ ഇത്രയും സൗന്ദര്യം കൊടുത്തത്? ശരിക്കും ഒരുങ്ങിയ റാണിയെ കണ്ട ഒരു സിനിമ നടി പോലെ ഇരിക്കും. എന്തിനായി മേക്കപ്പ് ഒക്കെ? എന്നാലല്ലേ നല്ല ആമ്പിള്ളേര് കണ്ണുവെക്കൂ. എനിക്ക് ഈ വക ചിലത്തിലൊന്നും ഇഷ്ടമല്ല. റാണിയോട് ആരെങ്കിലും ഐ ലവ് യു പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എത്രയോ പേര്. എന്തേ? ഞാൻ വെറുതെ ചോദിച്ചതാ. മതി, എനിക്ക് വിശക്കുന്നു. ബാ നമുക്ക് പോയി കഴിക്കാം. റാണി കഴിച്ചോ, ഞാൻ പിന്നെ കഴിച്ചോളാം. അത് വേണ്ട, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. പിന്നെ ഇന്ന് മുതൽ ഉചിത ഇവിടെ കിടന്നാ മതി, ഈ റൂമിൽ എന്റെ കൂടെ. പനങ്കരിക്ക് പോലത്തെ പെണ്ണ് അവളുടെ കൂടെ ഒരേ വീട്ടിൽ. നിന്റെ യോഗളിയാ ഓർത്തിട്ടെന്നെ മനസ്സിൽ ഒരു ലഡ്ഡു പൊട്ടി പോലെ ഉണ്ട്. ഇങ്ങനെയൊന്നും ഒന്നല്ല, 2 ലഡും പൊട്ടും. ഡാ എനിക്ക് അവളൊന്ന് കാണണമല്ല, ഒന്നിവിടം വരെ കൊണ്ടുപോടാ. റിസ്ക് ആടാ മോനെ. പിന്നെ മുല്ലമ്മന്നിയുടെ പ്രകൃത കൂട്ടിലിട്ട് വളർത്താം, പക്ഷെ മടിയിലിരുത്തി താലോലിക്കാൻ പറ്റില്ല. വെറുതെ മോഹിച്ചുപോയി. അറിഞ്ഞെടുത്തോളം ഉണ്ണിയാർച്ചയുടെ മുഴുവൻ സ്വത്തുക്കളും അവളുടെ പേരില. അതല്ലേടാ മോനെ വക്കീൽ ഈ കളി കളിച്ചത്. നാളെ നമുക്ക് പോയി അയാളൊന്ന് കണ്ടാലോ? പിന്നെന്താ? പക്ഷേ ഉചിതകുമാരിയായിട്ടല്ല. ഓ എടോ, ഇത് മുഴുവൻ ബൗൺസ് ആയ ചെക്കിന്റെ നമ്പറും എമൗണ്ടും ആണോ? അതെ. ഇതിന് മുഴുവൻ ഞാൻ കേസ് പറയണമെങ്കിൽ എനിക്ക് ഒരൊറ്റ ആഴ്ചയും കൂടെ വേണ്ടി വരും. എടോ, സ്വർണ്ണപ്പണയത്തിന്മേൽ പണം കടം കൊടുക്കുമ്പോൾ റീപേയ്മെന്റ് കപ്പാസിറ്റി ഉള്ളവന് മാത്രം കൊടുക്കുക. അങ്ങനെ എല്ലാവർക്കും എടുത്തു കൊടുത്താൽ അവരെ അടക്കിയല്ല. ഇതിനൊക്കെ ജപ്തി ചെയ്യാൻ ചെല്ലുമ്പോൾ അവര് കല്ല് വെച്ചെറിയും. നാട്ടുകാർ നമുക്കെതിരെ തിരിയും. എവിടെ പെങ്ങള്? പണയം വെച്ച ചീട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? താൻ എവിടെയാണോ എന്റെ പെങ്ങളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? പെങ്ങളാ? ആരടാ നീ? ആരടാ നീ? ഞാൻ ഉചിതയുടെ ബ്രദർ ഉദയൻ. നമസ്കാരം ഉണ്ട് കേട്ടോ. ഈ ലോൺ അഗ്രിമെന്റ് മുഴുവൻ ലോക്കറിൽ ഇരിപ്പുണ്ടല്ലോ, അതൊക്കെ എടുത്തോണ്ട് നേരെ എന്റെ ഓഫീസിലോട്ട് വാ. ഇപ്പോഴോ? പിന്നെ എപ്പോഴാ? ഇരിക്കൂട്ടോ, ഇരിക്കൂ. 2 ചായ. എനിക്ക് പാല. മാണിയുടെ ആളാണോ? ഇയാളല്ലേ ബ്രദർ എന്ന് പറഞ്ഞത്? അതെ. നല്ല ഫേസ് കട്ട് ഉണ്ട് കേട്ടോ. ഞാൻ കോ ബ്രദറാണ്. ഈ ഉചിത വളരെ സേഫ് ആയിട്ട് ഒരിടത്തുണ്ട്. 2 ദിവസത്തിനകം വരും. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് എന്റെ പെങ്ങളെ ഇപ്പൊ കിട്ടണം. അയ്യടാ മനമേ, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. എന്നൊരു 25,000 രൂപയുടെ സൗകര്യമില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ പെങ്ങളെയും കുറിച്ച് ഇല്ലാത്ത കഥകളുണ്ടാക്കി നാട് മുഴുവൻ ഞാൻ നാറ്റിക്കും. ഫേസ്ബുക്കിലും വാട്സാപ്പിലും IMO-യിലും. ആ പൈസ സ്വന്തം പെങ്ങളല്ലേ ഒരമ്മക്കുണ്ടായത്. എണ്ണീതൊക്കെ മതി മോനെ. മതി, ഞങ്ങൾ എണ്ണിക്കോളാം. ഇങ്ങോട്ട്. ഓക്കെ. ഒരു എണ്ണുകാരൻ. ചായ കാൻസൽ. മാനേജർ എവിടെ? ലോൺ അഗ്രിമെന്റിൽ എടുക്കാൻ വേണ്ടി ബാങ്ക് വരെ പോയിരിക്കുക. അതാരാ? ഒരു ചായ പറട്ടെ? ചായ വേണ്ട. ചായ ക്യാൻസൽ. അതാരാ? അത് ഉചിതയുടെ ബ്രദറാ, പണ്ടം എടുക്കാൻ വേണ്ടി വന്നതാ. എന്താടാ? ആ പുതിയ SI ആധാർ കാർഡ് പത്രത്തിൽ കയറി വരട്ടി. ആ പഴയ കേസില്ലേ, അത് കുത്തിപ്പോക്കാനുള്ള പരിപാടിയാ. ആ SI ഗോവന്റെ അണ്ണാക്കിലേക്ക് 1 ലക്ഷം രൂപയാ കുത്തിക്കയറ്റി. അവന്റെ അമ്മയുടെ ആത്മഹത്യാ കുറിപ്പ് കത്തിക്കാൻ. പിന്നെ അവനെ എവിടെ ഇട്ട് പൊക്കാനാടാ? എന്നാലും നമ്മളൊന്ന് സൂക്ഷിക്കണം. ആ ചത്തവന്റെ കെട്ടിയുടെ പേരെന്താന്നാ പറഞ്ഞേ? ശാന്ത. അവൾ ഒരു കാരണവശാലും നമുക്കെതിരെ മൊഴി കൊടുക്കരുത്. ഉദയേട്ടൻ പാവമായിരുന്നു, നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പോ കക്ഷിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു, ഒരു സോന. അവളൊരു ഗൾഫുകാരൻ്റെ കൂടെ ഓടിപ്പോയി. അത് പിന്നെ പെണ്ണുങ്ങളോട് മുഴുവൻ അരിശ. ആളെ കാണാൻ നല്ല ഗ്ലാമറാ.
മൊത്തത്തിൽ എനിക്ക് അയാളെ അങ്ങ് ബോധിച്ചു. ഞാൻ എന്തോരം ആമ്പിള്ളേരായിട്ട് കമ്പനി കൂടിയിട്ടുണ്ട്, പക്ഷെ അവന്മാരോടൊന്നും തോന്നാത്ത എന്തോ ഒരിത്. അത് ഞാൻ മാറ്റിത്തരാം. ആ മോഹം മാറ്റി വെച്ചേക്ക്. എന്റെ ഏട്ടനെ വെറുതെ വിട്ടേക്ക്. അല്ലടി, ഞാൻ സീരിയസ് ആയിട്ടാ. ഓ, ഈ ഫീലിങ്സ് ഒക്കെ ഈ ഫേസിൽ വരൂ. ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഈ കാൽസറായും തലക്കേറ്റി ഈ ചേട്ടന്റെ കൈയും കയറ്റി പോയാലൊന്നും എന്റെ ചേട്ടൻ വീഴില്ല. പിന്നെ ദക്ഷിണ വെച്ച് ശിഷ്യായിക്കൊള്ളൂ. ആണുങ്ങളെ വിളക്കാനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. എന്താ സാറേ? ഈ സദാശിവൻ നായരുടെ ഭാര്യ ശാന്ത. ഞാനൊരു കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാമെന്നതാണ്. കടക്കണി മൂലമാണോ നിങ്ങളുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തത്? ആ, അതെ. ഉണ്ണിയാർച്ചയും കൂട്ടനും ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് അയാൾ വല്ല കുറിപ്പടി എഴുതി വെച്ചു? അതൊന്നും എനിക്കറിയത്തില്ല സാറേ. നിങ്ങൾ ആരെയും ഭയക്കുന്നത്? എന്റെ സാറേ, നിങ്ങൾ വന്ന് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കും. എന്റെ വായിന്ന് എന്തെങ്കിലും ഒന്ന് വീണാ പിന്നെ എനിക്കിവിടെ കിടക്കപ്രതി കിട്ടത്തില്ല. പോയോരോ പോയി, എനിക്കൊരു പരാതിയുമില്ല. അളിയ, ഈ വേഷം കെട്ടൽ വെറുതെ ആവൂ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ വേഷം കെട്ടല്ലേ. ഒടുക്കത്തെ ഐഡിയ. പെണ്ണല്ലേ, വരാതിരിക്കൂ. ഏത് പെണ്ണുങ്ങളാടാ കൃത്യസമയത്ത് വന്ന് അറിയാ? അവള് വരണ വരവ് കണ്ടാ അയ്യോ എത്തിയളിയാ. ഉണ്ടാക്കലടാ പന്നി. ഏട്ടനെ കാണാൻ പോകുമ്പോ ഇടാനുള്ള ഡ്രസ്സാ. ഏത് വേണേ എടുത്തു. നല്ല ചേർച്ചയുണ്ടല്ലോ. അളിയ, അവളുടെ സാരി എങ്ങനെയുണ്ട് അളിയ? സാരി ഇല്ലടിയാ. സാരി ഇല്ലേ? ആ, തുണിയിലാണ്ട് വന്നെ അവള്? തുണിയിലാണ്ട് വരാൻ അവള് സണ്ണിലിയോണ. അതല്ലടാ, അവള് പാന്റ് ഇട്ടേക്കണം. പാന്റ്. പാന്റ്? നടപ്പ് തന്നെ ശ്രദ്ധിക്കണം. ഒരുമാതിരി പുലിമുരുകൻ സ്റ്റൈലല്ല, ഇത്തിരി അടക്കോ ഒതുക്കത്തോടെ. അളിയ, അവളുടെ നടത്തം എങ്ങനെയുണ്ട്? ജെല്ലിക്കെട്ടിലെ കാള വരണ പോലുണ്ട് അളിയാ. അവളടുത്ത് വരുന്നുണ്ട്, ധൈര്യം കൈവിടണ്ട. ഹലോ, ഞാൻ ഉചിതയുടെ ഫ്രണ്ടാ. തന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങ് വന്നേ. അതിനെന്താ, വരൂ. അളിയ, താൻ വേണ്ട, വാ. അളിയ, അല്ല പൊക്കോ. എന്നിട്ട് അവന്റെ അടുത്ത് എത്തി ശബ്ദം താഴ്ത്തി ഇങ്ങനെ പറയണം: എനിക്കൊരു കാര്യം പറയാനുണ്ട്. തെമ്മാടിത്തരം കാണിക്കാൻ നിനക്ക് എവിടെ നിന്ന് ധൈര്യം വന്നണം നായേ? കുടുംബോ? ഇതൊരു കുടുംബമാണോ? കൊള്ള സങ്കേതമല്ലേ? അതേടാ, കൊള്ള സങ്കേതമാ. ഞാൻ അവിടുത്തെ മൂലം ദേവി ജെയിംസൺ.
കൊന്നുകളയുന്ന ഞാൻ. ജനീമേ മാറ, ഞാൻ ചോദിച്ചോളാം. കർത്താവാണ് നീ ജീവനും കൊണ്ട് ഇവിടുന്ന് പോകത്തില്ല. പറ, എന്താ നിന്റെ ഉദ്ദേശം? എന്നെ തല്ലാനും കൊല്ലാനൊന്നും വരണ്ട. ഇതോ വക്കീലേ, താൻ പറഞ്ഞിട്ടല്ലേ ഞാനോട് വന്നിരിക്കുന്നത്. ആണോടാ വക്കീലെ? പുരുഷനാന്ന് എനിക്ക് അറിയാൻ പാടില്ല സത്യമായിട്ടോ, അല്ലെങ്കിൽ പിന്നെ സത്യം അറിഞ്ഞോടുന്നു ഇവിടെ ഒന്ന് പറയണ്ട വല്ല കാര്യം എനിക്കുണ്ടോ? തോക്ക് താത്തി പിടിക്കാൻ പറവച്ചേട്ടാ. പിടിച്ചുകൂടെ? താത്തി പിടിക്കുണ്ടോ പൊട്ടും. മതിയോ? ഇതിനിടയ്ക്ക് ഇവളുടെ അല്ല ഇവന്റെ ആങ്ങളെന്ന് പറഞ്ഞ് ഇവൻ തന്നെ വന്ന് 25,000 രൂപ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് പോയി. എല്ലാം നമ്മുടെ റാണി മോളെ ഓർത്തിട്ട പോയി. ഒരാളെ കാണുമ്പോ തന്നെ നമുക്ക് അഴിച്ചു നോക്കാൻ പറ്റൂ. വിഷമിക്കല്ലേ? ചെയ്തതെല്ലാം തെറ്റായിപ്പോയി, മാപ്പാക്കണം. പക്ഷേ ഇവളോടുള്ള സ്നേഹം അസത്യമായിരുന്നു. ഈ നുണയുടെ സത്യം ഇവിടെ ആർക്ക് വേണം? ഇതിപ്പോ വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞ പോലെ ആയില്ലേ കാര്യങ്ങള്. പെൺവേഷം കിട്ടി ഇവനെ പോലത്തെ ഫ്രോഡ് ഒരുത്തൻ നമ്മുടെ റാണിമോക്കയുടെ കൂടെ ഒരുപാട് ദിവസം താമസിച്ചു എന്ന് പുറത്ത് ആരെങ്കിലും അറിഞ്ഞാൽ നല്ലൊരു കുടുംബത്തിൽ നിന്നൊരു കല്യാണമല്ലേ നീ റാണിമോക്ക് വരുവോ? ഇല്ല. ആ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ റാണിമോളെ നീ തന്നെ കെട്ടണം. താങ്ക് യു താങ്ക് യു. ഇവനോ? ആ ഇവൻ കള്ളനോ തെമ്മാടിയോ ആര് വേണോ ആയിക്കോട്ടെ. റാണിമോളുടെ പേരിലുള്ള കളങ്കം മാറണമെങ്കിൽ ഇവൻ തന്നെ താലി കെട്ടണം. ഓ കളങ്കം ഒന്നും ഒരു കുഴപ്പമില്ലെന്നേ. എടുത്തു ചാടി നിങ്ങളൊരു തീരുമാനത്തിലേക്ക് പോകരുത്. എന്നെ പോലൊരു മാന്യൻ ഇവിടെ നിൽക്കുമ്പം ഇവനെ പോലൊരു തെമ്മാടിയും വഞ്ചകനും കള്ളനുമായ ഒരുത്തനെ കെട്ടാൻ റാണിമോക്ക് സമ്മതമാണെന്ന് കൂടെ അന്വേഷിക്കട്ടെ. മോള് പറ, മോക്ക് അവനെ കെട്ടണോ അതോ ഞാൻ അവനെ കൊല്ലണോ? എനിക്കിഷ്ടമാണ്.